Precious name of our Lord and Savior Jesus Christ, I'm so happy to be able to speak to you on behalf of Pastor Kochepa about some of the amazing things that God is doing through this ministry around the world. Since 2005, Pastor Kochepa has had the privilege to minister in different countries, including India, Africa, and the United States. And the power of God has been evident in every one of those places. We've seen amazing things happen. Over 16 times when weather would prevent people from coming together to hear the Word of God, God moved in mighty ways and prevented the weather from stopping the people to come together. Even political disputes and labor disputes that could have kept God's people away from hearing the gospel, God moved in all those avenues and enabled them to come together and receive the message of Jesus Christ. Numerous healings have also taken place through this ministry, and we've witnessed the power of God change people's lives forever. In India, a young woman on a train met with Pastor Kochepa while he was traveling to a different place. She had been crippled by back pain from disc problems for so long that she couldn't even walk. Pastor Kochepa was able to pray with her there on that train, and God healed her completely. In fact, her doctors, after they saw her afterwards, said that she had no problems in her back. She had been healed completely by the power of God. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹവന്ദനം. ശ്രീയാപ്രവചനം 43 അധ്യായം അതിന്റെ 25 26 വാക്യങ്ങൾ. Praise the Lord. Thank you, sister. ഇതാണ് നമ്മുടെ വിഷയം. കർത്താവ് പറയാണ്, നമ്മുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, അതിനി ഞാൻ ഓർക്കുകയില്ല. എന്നിട്ട് രണ്ടാമത് അതിന്റെ ബാക്കി ഭാഗത്ത് വായിക്കുന്നത്, എന്നെ ഓർമ്മിപ്പിക്കുക. ഇനി ചിന്തിച്ച്, എന്താണ് ഓർമ്മിപ്പിക്കേണ്ടത്? എന്നോട് വ്യവഹരിക്കുക. എന്താണ് കർത്താവിനോട് നമുക്ക് എങ്ങനെ വ്യവഹരിക്കാൻ സാധിക്കും? യെസ്, വ്യവഹരിക്കുക, എന്നോട് വാദിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓർമ്മിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലത് ഓർക്കണം. നമ്മൾ ഓർത്താ പോരാ, നമ്മളത് ഓർമ്മിപ്പിക്കണം. അതിനുവേണ്ടി വ്യവഹരിക്കണം, അതിനുവേണ്ടി വാദിക്കണം. ഈ പ്ലീഡ് ദ കേസ്, പ്ലീഡ് യുവർ കേസ് എന്നുള്ളതാണ് ഇതിന്റെ ഹെഡിങ്. ഇതിനകത്തിൽ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓർക്കണം, ഓർമ്മിപ്പിക്കണം, നമ്മുടെ കേസ് വാദിക്കണം, കേസ് കൊണ്ട് ചെല്ലണം, അതുപോലെ തന്നെ വാദിക്കണം. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, എന്തിനാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത്? എന്തിനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വാദിക്കുവാൻ ചെല്ലേണ്ടത്? എന്താണ് ഓർമ്മിപ്പിക്കേണ്ടത്? ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇത് ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് കാൽവരിക്കുലക്കളത്തിൽ നമുക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ നന്മ അനുഭവിക്കാതെ, ഞാനും നിങ്ങളും ഈ നന്മ അനുഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ അതിന് കർത്താവിനെ ബ്ലെയിം ചെയ്യുന്നു. കർത്താവാണ് എന്നെ ഈ പ്രയാസത്തിൽ കൂടി നടത്തുന്നത്, ഈ രോഗത്തിൽ കൂടി നടത്തുന്നത്, കഷ്ടത്തിൽ കൂടി നടത്തുന്നത് എന്ന് കർത്താവിനെ ബ്ലെയിം ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ വചനത്തിൽ നോക്കുന്നിടത്തോളം കാലം, ഞാൻ നോക്കിയിടത്തോളം കാലം കാണുന്നത്, എനിക്ക് വിരോധമായി ഒരു ശത്രുവുണ്ട്. എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ കുടുക്കി, എന്നെ അടിമപ്പെടുത്തി, അവന്റെ പാട്ടിലാക്കി, അവന്റെ കസ്റ്റഡിയിലാക്കി, എനിക്ക് കിട്ടേണ്ടതായ നന്മ, അഥവാ ഞാൻ അനുഭവിക്കേണ്ടതായ നന്മ
അവൻ ചൂഷണം ചെയ്ത് എന്നിൽ നിന്ന് മറച്ച് ഞാൻ അതിനെ കർത്താവിന് ബ്ലെയിം ചെയ്ത് ജീവിക്കുകയാണ്. ഇതാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു, എന്നോട് വ്യവഹരിക്കുക എന്ന്, എന്നെ ഓർമ്മിപ്പിക്കുക എന്ന്. എന്താണ് ഓർമ്മിപ്പിക്കേണ്ടത്? അവൻ നമ്മളോട് ചെയ്ത പ്രോമിസ് നമ്മൾ ഓർക്കണം, ഓർമ്മിപ്പിക്കണം, അതിനുവേണ്ടി വാദിക്കണം. പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു സ്ത്രീ, ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഒരു സ്ത്രീ യേശുവിന്റെ ഉപമയ്ക്കകത്തുണ്ട്. അത് വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപന്റെ അടുക്കൽ ചെല്ലുന്നു. ഒരു കോർട്ട് കേസുമായിട്ടാണ് ചെല്ലുന്നത്. ആ കോർട്ട് കേസിൽ അവൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവളുടെ കേസുമായി അവൾ കടന്നു ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ കേസിൽ സ്തോത്രം എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 18-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 1 മുതൽ 18 ലൂക്കോസ് 18-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അടുത്തോട് അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇവിടെ നോക്കിയേ, ഈ സ്ത്രീ ഒരു കേസുമായി കോടതിയിൽ ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഈ കോടതിയിൽ നിന്നും യാതൊരു വിധമായ ന്യായപാലനവും കിട്ടാതിരിക്കുമ്പോൾ ഇവൾ എന്ത് ചെയ്തു എന്ന് യേശു കർത്താവ് പറയുന്നു. അവൾക്ക് അത് കിട്ടുന്നത് വരെ അവൾ അത് വ്യവഹരിച്ചുകൊണ്ടേ ഇരുന്നു. അവൾ വാദിച്ചുകൊണ്ടേ ഇരുന്നു. നമ്മൾ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വാദവുമായി, നമ്മുടെ പ്രതിവാദവുമായി നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത് അറിഞ്ഞുകൂടാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശത്രു നമ്മളെ തകർത്ത് കളയും. ഇനി നമ്മുടെ ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് ലോകത്തിൽ ഏത് രാജ്യത്ത് എന്നു പറഞ്ഞാലും അവിടെ ഒരു നിയമവും ആ നിയമത്തിനനുസരിച്ച് ജഡ്ജ്മെന്റും കോടതിയും എല്ലാം ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഏത് രാജ്യത്ത് എന്ന് പറഞ്ഞാലും അവിടെ ഒരു കോടതിയുണ്ട്. അവിടെ ചെറിയ കോർട്ടുണ്ട്, വലിയ കോർട്ടുണ്ട്, എല്ലാ കോർട്ടും ഉണ്ട്. നിങ്ങൾ ഏത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഏത് കാര്യത്തിനെന്ന് പറഞ്ഞാലും അവിടെ പുതുതായി ഒരു കേസില്ല. പുതുതായി എന്റെ കേസ് ഏറ്റവും പുതിയതാണ്, ഇതുപോലൊരു കേസ് നടന്നിട്ടില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഒന്നുമില്ല. കാരണം അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടിയുള്ള ന്യായവിധി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ തെറ്റിന് പറ്റിയതായ ശിക്ഷാവിധി അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട പരിഹാരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ മതത്തിന്റെയും ഗ്രന്ഥങ്ങൾ അവര് പരിശോധിച്ചിട്ട് നിയമകർത്താക്കന്മാരോ അതിൽ നിന്നും അവരുടെ മതത്തിന്റെ അനുസരിച്ചുള്ളതായ നിയമങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിന്റെ നിയമവും കൂടെ ചേർത്തിട്ട് അത് അവിടെ നിയമഗ്രന്ഥം അവിടെ ഉണ്ട്. അതിനാണ് ലോ പഠിക്കേണ്ടത് ആവശ്യമുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മളൊരു അറ്റോർണിയെ കാണാനായിട്ട് പോകുന്നത്. ആ അറ്റോർണി വാദിക്കുന്നത്, എന്റെ പ്രതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് അവന്റെ വാദമൊന്നും സാധാരണ മനുഷ്യരെ പോലെയല്ല. അവർ പറയുന്നത് ഇന്ന പുസ്തകത്തിൽ ഇന്ന വാല്യത്തിൽ ഇന്ന പ്രകാരം ഇന്നതുപോലെ എഴുതിയിരിക്കുന്നത് കൊണ്ട് എനിക്കുള്ളതായ എന്റെ കക്ഷി തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുന്ന വാദമാണ് വരുന്നത്. അടുത്ത നമുക്കെതിരായിട്ടുള്ളവൻ എന്ത് ചെയ്യുന്നു? അവൻ പറയുന്നു ഇന്ന പ്രകാരം ഇന്ന പുസ്തകത്തിൽ ഇന്ന നമ്പറിൻ പ്രകാരമുള്ള ഇതനുസരിച്ചിട്ട് ഇവൻ തെറ്റുകാരനായി തെളിഞ്ഞിരിക്കുന്നു എന്ന് അവൻ വാദിക്കുന്നു. അപ്പൊ ലോകത്തിന്റെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സുപ്രീം കോർട്ട് ഉണ്ട്. നമ്മുടെ വിഷയത്തിന് പരിഹാരം കാണണം. ഈ ലോകത്തിന്റെ ഗതിയിലുള്ളിടത്ത് എന്താണ്? അവന് മനുഷ്യനെ ഭയവുമില്ല, ദൈവത്തെ ഭയവുമില്ല, മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപൻ.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവമക്കളെ, മനുഷ്യനെ ഭയവും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപന്മാരുടെ മുൻപിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാകുവാൻ നിങ്ങൾ ആരുടെ അടുക്കൽ പോകണം? ന്യായാധിപതിയായ ഒരു ദൈവം നമുക്കുണ്ട്. അവൻ ജീവിക്കുന്നു. 43-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യം. അപ്പൊ നിന്റെ വ്യവഹാരം നടത്തുവാൻ നീ എവിടെ ചെല്ലണം? ഈ പൈശാചിക ശക്തിയോട് നിന്നെ വ്യവഹാരം നടത്തുവാൻ നീ ന്യായമായ ഒരു കോടതിയിലാണ് ചെല്ലേണ്ടത്. ഈ കോടതിയിൽ ചെല്ലുമ്പോൾ വ്യവഹാരം നടത്തുവാനാണ് നീ ചെല്ലുന്നത്. സങ്കീർത്തനം 17:2 വായിച്ച്, എന്റെ വിധി നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. വായിച്ചാണ് സങ്കീർത്തനം 17:2. നിനക്കുള്ള വിധി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടണം. അതിന് നിന്റെ വിഷയം എന്താണ്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഇച്ഛിക്കുന്നത് എന്താണെങ്കിലും അത് ഈ പുസ്തകത്തിനകത്തുണ്ട്. ഈ പുസ്തകത്തിനകത്തുണ്ട്. നിനക്ക് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിനകത്തുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ എന്ത് പറ്റുന്നു? മനുഷ്യൻ ഇന്ന് റിലീജിയസ് വേയിൽ ദൈവത്തെ അടുക്കൽ ചെല്ലുകയും ദൈവിക കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള മറുപടി ലഭിക്കാതെ പോകുന്നത്. അവരുടെ വിധി പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. സ്തോത്രം. നിനക്കൊരു വ്യവഹാരമുണ്ട്. ആ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ വ്യവഹാരം നടത്താൻ പറ്റത്തില്ല. എങ്ങനെയാണ് അറിയേണ്ടത്? ദൈവമക്കളെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇത് ഒരു സ്പിരിറ്റ് വേൾഡാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഫിസിക്കൽ വേൾഡ് അല്ല. ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞാൻ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അറിവനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗരാജ്യവും പൈശാചിക രാജ്യവും തമ്മിലുള്ള വിഷയമാണ്. നീ സ്വർഗരാജ്യത്തിലാണ്, ദൈവിക രാജ്യത്തിലാണ്. സ്വർഗരാജ്യം യേശു ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വർഗരാജ്യത്തിലുള്ള ഒരു വ്യക്തിക്ക് അവന് ശത്രുത്വമുണ്ട്. ആരോട്? അവന് പൈശാചിക രാജ്യത്തോട് ശത്രുത്വമുണ്ട്. കാരണം നീ ദൈവരാജ്യത്തിൽ ഓൾറെഡി ആയിരിക്കുകയാണ്. പൈശാചികൻ നിന്നെ തകർക്കുവാൻ എപ്പോഴും നിന്റെ മുൻപിലുണ്ട്. അവൻ നിന്റെ നന്മയെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അവൻ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതായ സകല നന്മയും നീ അനുഭവിക്കരുത് എന്ന് പിശാചാകൻ ആഗ്രഹിക്കുമ്പോൾ, അവൻ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞ് നേടുകയല്ല. കാരണം ദൈവം പറഞ്ഞത് നീ പറഞ്ഞ് നേടിയെടുക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കണം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. എന്തിനാണ് അവർ പുറപ്പെട്ടു വന്നത്? അവര് വലിയൊരു കൊള്ളയുമായിട്ടാണ് വരുന്നത്. അവര് വന്നത്, സ്വത്രം നിങ്ങൾ നോക്കണം, അവര് വന്നത് വെറുതെ ഒരു പാവങ്ങളായിട്ടോ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായിട്ടോ അല്ല കടന്നു വന്നത്. അവർ കടന്നു വന്നത് സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളോടും കൂടി മിസ്രൈമിനെ മുഴുവൻ കൊള്ളയിട്ട് വളരെ ധനാഢ്യരായിട്ടാണ് അവർ കടന്നു വരുന്നത്. അവരെവിടേക്കാണ് പോകുന്നത്? അവർ പാലും തേനും ഒഴുകുന്ന രാജ്യത്തേക്ക്. വെച്ചിട്ടില്ലാത്ത ഭവനങ്ങള്, അവർ കുഴിച്ചിട്ടില്ലാത്ത കിണറുകള്, അവർ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങള്, ഇതെല്ലാം അനുഭവിക്കുവാനാണ് പോകുന്നത്. ആരാണ് അവർക്ക് വേണ്ടി ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. അതിഗായകന്മാരായവർ, പ്രൈസ് ദി ലോർഡ്, അതിഗായകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വലിയ മിഷനറികൾ എടുത്തുയർത്തത്തക്ക രീതിയിലുള്ള കല്ലുകളും അതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് അവര് നിസ്സാര മനുഷ്യരാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലുള്ള അതിഗായകന്മാരെ കൊണ്ടാണ് ദൈവം അത് ചെയ്യിപ്പിച്ചത്. ആർക്കു വേണ്ടി? തന്റെ ജനത്തിനു വേണ്ടി. എന്നിട്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ അത് പോയി കൈവശം ആക്കുക, നിങ്ങൾ അത് പോയി കൈവശം ആക്കുക. എന്നിട്ട് അവർക്ക് എന്ത് പറ്റി? അവർ ചെന്ന് നോക്കിയപ്പോൾ അവർ കാണുന്നതൊക്കെയും
അതികായകന്മാര്, അമാലേഖ്യ മല്ലന്മാര് അവര് കണ്ട് ഭയന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ അവരുടെ മുൻപിൽ ഒരു വെട്ടുക്കിളി പോലെ മാത്രമേ ഉള്ളൂ എന്ന്. എന്തുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു? സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. അതിന് 31 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. വെട്ടുക്കിളിയെ പോലെ. നോക്കിയേ, ഇപ്പം അവരുടെ കാഴ്ചക്ക് അവരെങ്ങനെയുള്ളവരാ? വെട്ടുക്കിളി. അപ്പൊ അവരുടെ കാഴ്ചക്ക് അവർ വെട്ടുക്കിളിയാണ്. എന്നാൽ ദൈവം ഇവരെ കൊണ്ടാണ് ഇത് പണി ചെയ്യിപ്പിച്ചത്, ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ്, ഇത് എന്റെ നന്മയാണ് എന്ന് അറിയുവാൻ അവർക്ക് മനസ്സിലാതെ പോയി. ഇവരെ എന്തിനാണ് കൊണ്ടുവന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ലോകത്തിൽ നിന്ന് പിടിച്ച് ദൈവം വിളിച്ചു വേർതിരിച്ചത് എന്തിനാണ്? ദൈവത്തിന്റെ നന്മ അനുഭവിക്കാനാണ്. എന്നിട്ട് ലോകത്തിൽ കിടന്ന് വട്ടം കറങ്ങി നശിക്കുവാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്ന. അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവർ അവനോട് വിവരിച്ചു പറഞ്ഞെന്നാൽ, മതി. അവിടെ ഞങ്ങൾ പോയി, ഞങ്ങൾ കണ്ടു. അവർക്ക് അനുഭവിക്കാൻ പറ്റിയോ? ദൈവമക്കളെ, അനുഭവിക്കാൻ പറ്റിയോ? അവർ പോയി, അവർ കണ്ടു, അവർ മനസ്സിലാക്കി, അവർക്ക് അനുഭവിക്കാൻ പറ്റിയോ? ഇന്ന് പുതിയ നിയമസഭയെ, ദൈവ മക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, യേശു നിനക്ക് വേണ്ടി മരിച്ചു. നിന്റെ പാപങ്ങൾക്കായി, നിന്റെ രോഗങ്ങൾക്കായി, നിന്റെ ശാപങ്ങൾക്കായി മരിച്ചു. യേശു വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമായിട്ട് അത്രേ. എന്നിട്ട് നിനക്ക് അത് അനുഭവിക്കുവാൻ പറ്റാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല? എവിടെയാണ് നിനക്ക് പറ്റിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിന് എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയല്ല വേണ്ടത്. പലരും എക്സ്ക്യൂസാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, പലരും എക്സ്ക്യൂസാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പലരും എക്സ്ക്യൂസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നും ഒരാൾ എന്നോട് പറഞ്ഞു, ബാലൻസ് ചെയ്ത് പ്രസംഗിക്കണമെന്ന്. എന്തോ ബാലൻസ് ചെയ്യാനായിട്ട്? എന്തോ ബാലൻസ് ചെയ്യേണ്ടത്? നിങ്ങൾ ചിന്തിക്കുക, സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കുക. യേശു മരിച്ചത് നിന്റെ പാപത്തിനു വേണ്ടി, നിന്റെ രോഗത്തിനു വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ നന്മ അനുഭവിക്കാൻ നിനക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? അതിന് എക്സ്ക്യൂസ് അല്ല കണ്ടുപിടിക്കേണ്ടത്. അയ്യോ, അതിന് ഞാൻ സ്നാനപ്പെടണോ, അതിന് ഞാൻ ഇങ്ങനെ ചെയ്യണോ, അതിന് ഞാൻ ഇങ്ങനെ ചെയ്യണോ. കർത്താവ് പറഞ്ഞതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ നന്മ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അവരിൽ എത്ര പേര് നന്മ അനുഭവിച്ചു? ആ കൂട്ടത്തിൽ, ആ വന്നവരിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എത്ര പേര്? ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞേ, എത്ര പേര് നന്മ അനുഭവിച്ചു? മില്യൺസ് ഓഫ് ആൾക്കാർ വന്നിട്ട് 2 പേര്. അപ്പൊ ഈ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവന്റെ ശത്രുക്കൾ അവന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. നീ അവന്റെ നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നീയും ഞാനും ആരെ പോലെ ആയിപ്പോകും? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ മക്കളെ പോലെ ആയിപ്പോകും. അതിനാണോ എന്നെ വിളിച്ചിരിക്കുന്നത്? ചിന്തിച്ചു നോക്ക്. നിന്റെ വിഷയം, നിനക്കിന്ന് ഭൗതികമായ ഒരു യുദ്ധമല്ല ഉള്ളത്. അത് മനസ്സിലാക്കിയിരിക്കണം. അവർക്ക് ഭൗതികമായിട്ട് യുദ്ധമായിരുന്നു, നമുക്ക് ആത്മീയമായിട്ടുള്ള യുദ്ധമാണുള്ളത്. രണ്ടും 2 തരത്തിലുള്ള യുദ്ധം. ആത്മീയ യുദ്ധം ഭൗതിക യുദ്ധത്തെക്കാട്ടിൽ ഉന്നതമായ യുദ്ധമാണ്. നിങ്ങൾ നോക്കണം,
ഭൗതിക യുദ്ധം ചെയ്യുവാൻ വാളും പരിചയും കുന്തവും എല്ലാം എടുക്കണമായിരുന്നു. എന്നാൽ ഇവിടെ വാളും പരിചയും കുന്തവും നീ ഒന്നും എടുക്കണ്ട. പിന്നെ എന്താണ് എടുക്കേണ്ടത്? അവന്റെ തിരുവചനമാകുന്ന വാളുകൊണ്ട് നിനക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയും. എങ്ങനെയാണ് ആ യുദ്ധം നടക്കുന്നത്? നിന്റെ കോർട്ടിൽ നീ പോകണം. എന്താണ് കോർട്ട്? ന്യായാധിപതിയായ ഒരു ദൈവം നിനക്ക് വേണ്ടി ന്യായാസനത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ ഇനി കുറച്ചുകൂടെ കഴിയുന്നുണ്ട്, എബ്രായ ലേഖനത്തിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ അത് മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. ആ കോർട്ട് നിങ്ങൾ കാണാൻ പോവുകയാണ്. ആ കോർട്ട് എപ്പോൾ കാണുന്നു കഴിഞ്ഞാൽ എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിനകത്ത് നിങ്ങൾ ആ കോർട്ട് കാണും. ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് തിരിച്ച് മടങ്ങി വരുമ്പോൾ നിങ്ങൾ ആ കോർട്ട് റൂം കാണും. പ്രൈസ് ദി ലോർഡ്. ഈ ന്യായാധിപതിയുടെ അടുക്കൽ നിന്റെ കേസുമായി നീ ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നീ കേസുമായി ചെന്ന് നീ വാദിച്ച് നിന്റെ നന്മയെ ഒതുക്കി വച്ചിരിക്കുന്ന ആ പൈശാചികനെ നീ മാറ്റി നീ നന്മ അനുഭവിക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഇനി യെശയ്യാ പ്രവചനം 43-ന്റെ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ഓക്കെ, ഒരു മിനിറ്റ് നിങ്ങൾ തന്നെ ഒന്ന് നിന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആരായിട്ടാ? വിലയേറിയവരും മാന്യരുമായി വിളിച്ചിരിക്കുന്നു. വിലയേറിയവരും മാന്യരുമായി. എന്തുകൊണ്ടാണ് വിലയേറിയവരും മാന്യരുമായി വിളിച്ചിരിക്കുന്നത്? വെറുതെ കുറച്ച് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? ക്രിസ്തു എന്ന നിർദോഷവുമായ പുണ്യാഹ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ അവൻ ഏറ്റവും കൂടിയ വില കൊടുത്താണ് എന്നെയും നിന്നെ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ നിന്നെ വിലയേറിയവനും വിലയേറിയവളും മാന്യരുമായി കരുതിയിരിക്കുക. അപ്പൊ നീ എങ്ങനെ കരുതണം? നിന്നെ തന്നെ ദൈവസന്നിധിയിൽ നീ വിലയേറിയതാണെന്ന് നീ മനസ്സിലാക്കണം. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു ഘടകമുണ്ട്. നീ വിലയേറിയവരും വിലയേറിയവളും ദൈവം നിന്നെ മാന്യരായി നിന്നെ കരുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. 5-ാമത്തെ വാക്യം. ഓക്കെ, മതി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഈ പുതിയ നിയമത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളോട് അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടോ? എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. അവിടെ പോകണ്ട. ഇപ്പോ സ്വത്രം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്ത വാക്യം. ഓക്കെ, ആരരുളി ചെയ്തിരിക്കുന്നു? ഇന്ന് അനേക ദൈവമക്കളുടെ സന്തതി നശിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നീ എന്താണ് വിളിച്ചു പറയേണ്ടത്? കർത്താവേ, നീ അരുളി ചെയ്തിരിക്കുന്നു, നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് അവനെയും അവളെയും ശേഖരിക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സന്തതിയെ പിശാച് പിടിച്ചുകൊണ്ട് പോകുവാനല്ല, അവനെ ശേഖരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവമേ, അവനെ നീ മടക്കി കൊണ്ടുവരണം. അവൻ മടങ്ങി വരുവാൻ ഇടയായി തീരണം. അത് നിന്റെ കൽപ്പനയാണ്, നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് അവൻ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. കാരണം ഈ കേസുമായിട്ടാണ് ഞാനിപ്പോൾ നിന്റെ സന്നിധി കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇത് സ്വത്രം നമുക്കിഷ്ടമുള്ളത് വിളിച്ചു പറയുവാനുള്ളതല്ല ദൈവസന്നിധി. ദൈവത്തിന്റെ നീതിനായ കോടതിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നാം വിളിച്ചു പറയേണ്ടതാണ്. കർത്താവ് അരുളി ചെയ്തത് നാം വിളിച്ചു പറയുവാൻ ബാധ്യസ്ഥരാണ്. അതാണ് നീ വിളിച്ചു പറയേണ്ടത്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 40-50 വാക്യത്തിൽ പറയുന്നു, ഞാൻ പിതാവിൽ നിന്ന് കേട്ട ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പിതാവ് പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുന്നു, പിതാവിന്റെ നിന്ന് കേട്ടതുപോലെ തന്നെ ഞാൻ പറയുന്നു. ആ വാക്യം എടുത്ത് വായിച്ചിട്ട് മറിച്ച് ഇവിടത്തേക്ക് വന്നോട്ടെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 12-ന്റെ 49-50 വാക്യം വായിച്ചിട്ട് നമുക്ക് മടങ്ങി ഈ യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരാം. വായിച്ചോട്ടെ.
കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആദ്യം ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ചിന്തിച്ചു നോക്ക. ഞാനും നിങ്ങളും എങ്ങനെയാ പറയുന്നത്? ദൈവസന്നിധി വന്നിട്ട് യേശു പറയുകയാണ്, ഈ പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ ഞാൻ പറയുന്നു, അല്ലേ? അവന്റെ കൽപ്പന നിത്യജീവനാണ്. അവന്റെ കൽപ്പന, ഈ പിതാവ് പറഞ്ഞ കൽപ്പന നിത്യജീവനാണ്. കൽപ്പന എന്ന് പറയുന്ന ഉടനെ ഓർക്കരുത് ഇത് 10 കൽപ്പനയാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിയമത്തെ കുറിച്ചാണെന്നോ. നോ, അതിനെ കുറിച്ചല്ല പറഞ്ഞത്. രാജകൽപ്പന, അത് ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട കൽപ്പന. ആ കൽപ്പന എന്താണ്? നിനക്ക് വേണ്ടി നിന്റെ സന്തതിയെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുത്താമെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് നിത്യജീവനാണ് എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ളതാണ്, അത് പ്രവർത്തിക്കുന്നതാണ്, അത് നടക്കുന്നതാണ്. യേശു പറയുകയാണ്, അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു. പിശാച് വന്ന് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? പിതാവ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എന്താണ് ദൈവസന്നിധിയെ വിളിച്ചു പറയുന്നത്? എന്താണ് നമ്മുടെ പ്രാർത്ഥന? എന്താണ് നമ്മൾ പറയുന്നത്? നമ്മൾ ഓർക്കണം, നമ്മളൊരു കോർട്ടിന്റെ മുന്നിലാണ്. നമ്മൾ വ്യവഹരിക്കുവാനാണ് നിൽക്കുന്നത്. ഞാൻ വാദിക്കുവാനാണ് നിൽക്കുന്നത്. വാദവും വ്യവഹാരവും തീർന്നിട്ടില്ല ദൈവമക്കളെ. അവസാനത്തോളം പിടിച്ചു നിൽക്കണം. ഇത് വാദമാണ്. ഇതൊരു ദൈവം നിന്റെ സന്നിധിയിൽ നീ വ്യവഹരിക്കേണ്ട വിഷയമാണ്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. തിരിച്ചു വന്നാണ് യെശയ്യാ പ്രവചനത്തിലേക്ക്. യെശയ്യാ പ്രവചനം അതിനകത്തില് നമ്മളിപ്പോ വായിച്ച വേദഭാഗത്തേക്ക്, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും. അത് ചെയ്യും എന്ന് പറഞ്ഞിടത്ത് അവിടെ എന്തുണ്ട്? ജീവനുണ്ട്. കർത്താവേ, നീ അരുളി ചെയ്തിരിക്കുന്നു. അത് എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ മക്കളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ എനിക്കത് കാണണം. നിങ്ങൾ ന്യായമായിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത്. ആണോ ദൈവവേദന? ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു ന്യായപാലനത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നുണ്ട്. നിന്റെ സന്തതിയെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെയും പലപ്പോഴും പറയാറുള്ള ഒരു വിഷയമുണ്ട്, എന്റെ മകൻ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹമില്ല, കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുക. ആരാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയാണ്. ആരാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്? ദുഷ്ടൻ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അവന്റെ അധീനതയിലും കുഴിയിലും കെണിയിലും കാരാഗ്രഹത്തിലും അടച്ചിട്ടിരിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. എന്തുകൊണ്ട് നമ്മൾ ആ സംഗതി ഏറ്റുപറയുന്നില്ല? അത് എന്തുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി വ്യവഹരിച്ച് നിൽക്കുന്നില്ല? ഒരു സ്ത്രീ പറയുകയാണ്, എനിക്ക് വേണ്ടി നീ പ്രതിക്രിയ നടത്തി, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണം. അവൾ അതിനുവേണ്ടി തന്നെ നിന്നു. അവൾക്ക് പ്രതിക്രിയ ലഭിക്കുവാൻ ഇടയായി തീർന്നു. യേശു പറയണ, ദൈവമോ പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അവന്റെ കേസ് ഞാൻ അത് ന്യായമായിട്ട് വിധിച്ച് അവന് കൊടുക്കുമെന്ന് യേശു കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. നിന്റെ കേസ് നീ എങ്ങനെയാണ് വാദിക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. യെസ്, അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് പ്രയാസമുള്ള, കാരണം നിങ്ങൾ വളരെ ഭാരത്തോടും ദുഃഖത്തോടും സങ്കടത്തോടും കഴിഞ്ഞ കാലയളവിൽ ജീവിച്ചിരുന്ന സമയത്ത് ആരും സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ നിങ്ങൾ പിടിച്ചു വെച്ച്, പലപ്പോഴും നിങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് നേടിയിട്ടുള്ളതാണ്. നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഓർമ്മിപ്പിക്കേണ്ടത്? കർത്താവേ, നീ എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി ചെയ്ത ദൈവമാണ്. ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ എനിക്ക് എറുപടി ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? എത്ര പേര് ഇത് മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേര് ഇത് ഗ്രഹിക്കുന്നുണ്ട്? ഐ ഡോണ്ട് നോ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. യെശയ്യാ പ്രവചനം 43:6. ഞാൻ പടകിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു തൂക്കിയതെന്നും കൽപ്പിക്കും.